ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ബാബു തോമസ്. എല്ലാവരും ബാബു പി തോമസ് എന്നും വിളിക്കാറുണ്ട്. കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിൽ എൻ്റെ അനുഭവ സാക്ഷ്യം അറിയിക്കുവാൻ ദൈവമൊരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. എങ്ങനെ ഞാൻ യേശുവിനെ കണ്ടുമുട്ടി എന്നതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കത്തോലിക്ക കുടുംബത്തിൽ, വളരെ സ്പിരിച്വലി സ്ട്രോങ് എന്ന് വിശ്വസിച്ച ഒരു കുടുംബത്തിൽ, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാനും എൻ്റെ ഫാദറും എൻ്റെ സഹോദരങ്ങളുമെല്ലാം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ ഫാദർ ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം എന്നെ വിട്ടു പോയിട്ട് ഏതാണ്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. ചർച്ചിന്റെ കൊയറിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം വയലിൻ വായിക്കും, ഞാൻ ഹാർമോണിയം വായിക്കും, ഞങ്ങൾ പാട്ടുപാടും, കർത്താവിനെ സ്തുതിക്കും. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും സ്പിരിച്വൽ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ. വർഷങ്ങൾ അങ്ങനെ അച്ഛന്മാരോടും സഭയോടും കത്തോലിക്ക വിശ്വാസത്തിലും മുറുകെ പിടിച്ച് നടന്നിരുന്ന എനിക്ക് അതല്ലാതെ മറ്റൊന്നും ശരിയെന്ന് തോന്നിയിട്ടില്ല, തോന്നാൻ ശ്രമിച്ചിട്ടുമില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു. എന്നെ എൻ്റെ ഫാദറിന് ഒരു സംഗീതജ്ഞൻ ആക്കണം, അല്ല ഒരു നല്ല അറിയപ്പെടുന്ന പാട്ടുകാരനാക്കണമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. അതനുസരിച്ച് എന്നെ സംഗീത കോളേജിൽ അയച്ചു. കുറെ നാള് പഠിക്കുവാൻ ദൈവം അവസരം തന്നു. എന്നാൽ അല്പകാലഘട്ടത്തിന് ശേഷം അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അക്കാഡമിക്കായിട്ട് വീണ്ടും കോളേജിൽ പ്രീ ഡിഗ്രിയോടുകൂടി കോളേജ് പഠനം ആരംഭിച്ചു. അങ്ങനെ സംഗീത വിദ്യാഭ്യാസം ഒരു പരിധിവരെ നിലച്ചുവെങ്കിലും എൻ്റെ ഫാദർ എന്നെ കുറെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. തിരി, കർണാട്ടിക് സംഗീതവും ഗീതവും കീർത്തനങ്ങളും ഒക്കെ വീട്ടിലിരുന്ന് പഠിക്കുവാൻ അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തി. ഇതിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന് എന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു പാട്ടുകാരനാക്കണം എന്നുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അവിടെ വരെയൊന്നും പോയില്ല. അതിനു മുമ്പ് ഞാൻ ബോംബെയിൽ വന്ന് പുനർപഠനത്തിനായിട്ട് എത്തിച്ചേരുകയും അതിനുശേഷം അവിടെ ജോലിയിൽ ആവുകയും അതിനുശേഷം അവിടെ നിന്ന് ബഹ്റിനിൽ അല്പകാലം ജോലിക്ക് പോവുകയും പിന്നീട് അമേരിക്കയിൽ വരികയും ചെയ്തു. 1983 ഞാൻ അമേരിക്കയിലെത്തിയത്. അപ്പോഴും ഞാൻ ഇവിടുത്തെ കത്തോലിക്ക സംഘടനകളുമായി ചേർന്ന്, കത്തോലിക്ക വിശ്വാസവുമായി ചേർന്ന് അതിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും അങ്ങനെ കുറെ കാലഘട്ടം പോവുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തില് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന പെന്തക്കോസ്തുകാരനായ ഒരു സഹോദരനെ പരിചയപ്പെടുവാൻ ദൈവം ഇടയാക്കി. അദ്ദേഹത്തിന്റെ പേര് മൈക്കിൾ ജോൺസൺ എന്നാണ്. ഞാൻ ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഒരു ടെലിവിഷൻ ഷോ തുടങ്ങിയിരുന്നു. 1989 ആദ്യമായിട്ട് മലയാള ഭാഷയിൽ തുടങ്ങിയ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആയിരുന്നു ഇന്ത്യ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരില് ന്യൂയോർക്കിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്ന ആ ടെലിവിഷൻ പരിപാടി. ആ പരിപാടി അനേകർ കാണുന്നു. കാരണം മറ്റൊരു മലയാളം പ്രോഗ്രാം ഇല്ലാത്തൊരു കാലഘട്ടം. ദൂരദർശൻ കഴിഞ്ഞാൽ മറ്റ് മലയാള ഭാഷയിൽ ലോകത്തെങ്ങും മറ്റൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങിയതായിട്ട് ആ കാലഘട്ടത്തിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, അറിവില്ല. അതുകൊണ്ട് അങ്ങനെ അതിൽ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെന്തക്കോസ്തുകാരൻ സഹോദരനെ പരിചയപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ, എല്ലാ ഞായറാഴ്ചയും മലയാളത്തിലുള്ള പ്രോഗ്രാം ഉണ്ട്, കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്ത് പ്രോഗ്രാം, ഏത് പ്രോഗ്രാം? അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരറിവുമില്ല. അപ്പോൾ മനസ്സിലാക്കണം, ന്യൂയോർക്കിലെ മലയാളികൾ അങ്ങേയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പരിപാടി എല്ലാ ആഴ്ചയിലും നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മാത്രം അതിനെപ്പറ്റി ഒരറിവുമില്ലാതെ, അതിനെ ഒട്ടും തന്നെ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യമായി തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പഠിച്ചു. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ദൈവത്തെ സ്നേഹിക്കുന്നവനും
ദൈവനാമത്തിനു വേണ്ടി നിലകൊള്ളുന്നതിനുമായ ഒരു വ്യക്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി. കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും സംസാരത്തിലും ഉള്ള ആ നല്ല പക്വതയും പാകതയും ഒക്കെ എന്നെ വളരെയധികം ആകർഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പെന്തക്കോസ്തുകാർ ഏത് തരത്തിലുള്ള പ്രോഗ്രാമാണ് ടെലിവിഷനിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറയും, ഞങ്ങളുടെ പാസ്റ്റർ സുവിശേഷം പറയും, അതിട്ടാൽ ഞങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, അന്ന് എന്റെ പ്രോഗ്രാമിൽ ബ്യൂട്ടി പാജന്റ്, സിനിമാ പാട്ടുകള്, സിനിമാ താരങ്ങളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങള്, മന്ത്രിമാരും മറ്റ് ഡിഗ്നേറ്ററീസുമായിട്ടുള്ള സംഭാഷണങ്ങള് തുടങ്ങിയ പരിപാടികളാണ് പ്രധാനമായും പോകുന്നത്, കൂടുതലും സിനിമാ പാട്ടുകൾ. അങ്ങനെ ഒരു എന്റർടൈനിങ് പ്രോഗ്രാം എന്ന് ഞാൻ തന്നെ വിശേഷിപ്പിച്ചിരുന്ന പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട സഹോദരൻ മൈക്കിൾ ജോൺസൺ പറഞ്ഞ വാക്കുകൾ കേട്ട് എനിക്ക് തോന്നി, ഈ കൂട്ടർ എന്റെ പരിപാടി കാണാതെ പോയാൽ ശരിയല്ലല്ലോ, അതുകൊണ്ട് അവരെയും കൂടി എന്റെ പ്രോഗ്രാം കാണിക്കണം എന്ന ഉദ്ദേശത്തില് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു 10 മിനിറ്റ് സമയം തരാം എന്റെ TV പ്രോഗ്രാമില്. നിങ്ങളുടെ പാസ്റ്ററെ വിളിച്ചാല് തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള അവസരം ഒരുക്കിത്തരാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് പിറ്റേ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അനേകര്, ആ പള്ളിയുടെ കമ്മിറ്റിക്കാരും പാസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ട്. അവര് എന്നോട് ഈ സുവിശേഷ പരിപാടിയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ എത്തിയവരാണ്. അവരുടെ ആ ആകാംക്ഷയും താല്പര്യവും എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി. സുവിശേഷം അറിയിക്കുവാനുള്ള ആ സഹോദരന്റെ കമ്മിറ്റ്മെന്റും താല്പര്യവും ഒക്കെ എന്റെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു. ഏതായാലും പിറ്റേ ആഴ്ച മുതൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ വന്ന് സുവിശേഷം പറയുന്ന ഒരു പരിപാടികള് ഓരോ ഞായറാഴ്ചയും പറയുവാനുള്ള സാഹചര്യം ഒരുക്കി. അദ്ദേഹവുമായിട്ട് ഞാൻ എല്ലാ ആഴ്ചയും 10 മിനിറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ ദൈവം അവസരം തന്നു. ഞാൻ വളരെ ആവേശത്തോടും ആഗ്രഹത്തോടും കൂടി അനേക ആളുകളെ ആകർഷിക്കും എന്ന രീതിയിലാണ് ആ പ്രോഗ്രാം ഇട്ടത്. എന്നാൽ മറിച്ചാണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം ഉണ്ടായത്. ആളുകള് എന്റെ ഫോണിൽ, അക്കാലത്ത് മൊബൈൽ ഫോണില്ലല്ലോ, അക്കാലത്ത് നമ്മുടെ റെഗുലർ ഫോണേ ഉള്ളൂ, അതിലെ വോയിസ് മെയിലില് അല്ലെങ്കിൽ അതിന്റെ ആൻസറിങ് മെഷീനില് അദ്ദേഹത്തിന്റെ മെസ്സേജ് കേട്ടതിന് ശേഷം വളരെയധികം ആളുകള് ദേഷ്യത്തോടെ, അരിശത്തോടെ, കോപത്തോടെ പല മെസ്സേജുകളും അയച്ചു. അത് വളരെ ആളുകള് അതൃപ്തിയോടെ, ഒരുപക്ഷെ എന്താ പറയുക, വളരെയധികം തീക്ഷ്ണമായ മോശമായ വാക്കുകളിലൂടെ അവരുടെ എതിർപ്പിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചത്, എന്താണ് ഈ പ്രശ്നം? ഈ സുവിശേഷം എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഇത്ര അതൃപ്തി വരാൻ എന്താ കാരണം? ആ കാലഘട്ടത്തിൽ ഞാൻ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ എല്ലാ സഭകളിലെയും വൈദികരുമായിട്ടുള്ള ഒരു സമ്പർക്കം ഈ പ്രസ്ഥാനത്തിൽ വെച്ചാണ് എനിക്കുണ്ടാകുന്നത്. അവർക്കെല്ലാം എന്നെ വലിയ ഇഷ്ടമായിരുന്നു, എനിക്കും അവരോടെല്ലാം വളരെ ബഹുമാനമായിരുന്നു. എന്നാൽ ഈ സുവിശേഷ പരിപാടി തുടങ്ങിയതോടെ അവരെല്ലാവരും എനിക്കെതിരാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്റെ സ്നേഹിതന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോൺ ഡാനിയലിനോടും ബഹുമാനപ്പെട്ട മൈക്കിൾ ജോൺസണോടും ഉള്ള എന്റെ കമ്മിറ്റ്മെന്റ് അനുസരിച്ച് ഈ പ്രോഗ്രാം നിർത്തണം എന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും എനിക്കതിനുള്ള ധൈര്യം വന്നില്ല. അതുകൊണ്ട് പിന്നെയും കുറെ കാലഘട്ടം ഈ പ്രോഗ്രാം പോയി. അതിനനുസരിച്ച് ആളുകളിൽ നിന്നുള്ള എല്ലാ പ്രതികരണവും നെഗറ്റീവായി. എന്റെ പരസ്യക്കാർ പലരും എന്നെ വിട്ടുമാറി. സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസത്തിൽ ടെലിവിഷൻ ഷോ പോകുന്ന ഒരു നിലയിലേക്ക് വന്നു. ഇതിന്ന് തന്നെ നിർത്തണം എന്ന് ചിന്തിക്കത്ത രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. എന്നാൽ ഇത് നിർത്തുന്നതിന് മുമ്പ് ഈ ബഹുമാനപ്പെട്ട ജോൺ ഡാനിയൽ പാസ്റ്റർ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്രയും ദേഷ്യം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി
ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബം ഒരുമിച്ചിരുന്ന് ഈ പ്രോഗ്രാം കാണുവാൻ തുടങ്ങി. ഞങ്ങൾ ഇത് കാണുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചുകൂടി സുവിശേഷത്തെ പറ്റി അറിവുണ്ടായിരുന്നു. അവൾ പറഞ്ഞത് നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്, അവർ നല്ല സുവിശേഷമല്ലേ പറയുന്നത്, ബൈബിളിലുള്ള കാര്യമല്ലേ അവർ പറയുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു, ഞാൻ തെറ്റല്ല ചെയ്യുന്നത്, ശരിയാണ് എന്ന്. വീണ്ടും വീണ്ടും ഞാൻ ആ സുവിശേഷം കേൾക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ജോൺ ഡാനിയൽ പാസ്റ്റർ ഞാനുമായി ചില അഭിമുഖ സംഭാഷണങ്ങൾ അതിനകത്ത് നടത്തി. അതിനകത്ത് ആ അഭിമുഖ സംഭാഷണത്തിൽ എങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാം, യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെയുള്ള പ്രയോജനങ്ങൾ എന്ത് എന്നുള്ളതിനൊക്കെ അദ്ദേഹം മറുപടി തന്നു. കൂടാതെ പൂർണ്ണ ജലസ്നാനം എന്ന മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന, നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുമെന്നുള്ള വാക്യം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ഭാഷയിൽ സ്നാനത്തെപ്പറ്റി എന്നെ പഠിപ്പിച്ചു. അതോടൊപ്പം എന്നെ കേൾക്കുന്ന ഈ TV പ്രോഗ്രാം കേൾക്കുന്ന ആളുകളെ എല്ലാം അദ്ദേഹം അവർ മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ വളരെ വ്യക്തമായ ഭാഷയിൽ അദ്ദേഹം സ്നാനത്തെ പറ്റി പഠിപ്പിച്ചു. എന്നിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടും ഞാൻ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം അന്ന് എനിക്ക് ഒരു പബ്ലിക് പോപ്പുലാരിറ്റിക്കായിരുന്നു എൻ്റെ കൂടുതൽ താല്പര്യം. അന്ന് ഞാൻ ഫൊക്കാന റീജിയണൽ പ്രസിഡന്റായിട്ട് ന്യൂയോർക്കിൽ മത്സരിച്ച് ജയിച്ചു. അതോടൊപ്പം എക്യുമെനിക്കലിന്റെ സെക്രട്ടറി, പല കാര്യങ്ങൾ, അതിനു മുമ്പ് കേരള സമാജ പ്രസിഡന്റ്, അങ്ങനെ പല പ്രസ്ഥാനങ്ങളിലും ഇൻവോൾവ് ചെയ്തിരുന്നുകൊണ്ട് പൊതുജനങ്ങളോടുള്ള സമ്പർക്കത്തിലെ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് വരികയായിരുന്നു. എന്നാൽ ദൈനംദിനം ആ പ്രോഗ്രാം നിർത്തി, സുവിശേഷം നിർത്തി, ഈ ടെലിവിഷൻ ഷോ തന്നെ നിർത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത വരും തോറും ആ സുവിശേഷം കേൾക്കുവാനുള്ള താല്പര്യം മറുസൈഡിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ വളരെയധികം പ്രഷർ ചെയ്തുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ വൈഫും ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ സുവിശേഷം ആ ബഹുമാനപ്പെട്ട ദേവദാസനിലൂടെ കേൾക്കുവാൻ ആരംഭിച്ചു. എന്നും കേട്ടുകൊണ്ടേയിരുന്നു. അതോടൊപ്പം മറ്റു ചില ദേവദാസന്മാരും ചില ആഴ്ചകളില് ഈ പ്രോഗ്രാമുകളിൽ അവര് സുവിശേഷം അറിയിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ ബാലപാഠങ്ങളായിരുന്നു. ബൈബിളിനെ പറ്റി ഒന്നും അറിയാത്ത, ദൈവത്തെ പറ്റി ഒന്നും അറിയാത്ത എനിക്ക് അത് വലിയ പഠനങ്ങളായിരുന്നു, ബാലപാഠങ്ങളായിരുന്നു. ബൈബിൾ എന്ത് എന്ന് അറിയാനും തുറന്നു നോക്കാനും അതിലെ വാക്യങ്ങൾ, വചനങ്ങൾ എന്താണെന്ന് അറിയാനുമുള്ള ഒരവസരം ഇങ്ങനെ ഈ ബഹുമാനപ്പെട്ട ദേവദാസിലൂടെ മാത്രമാണ് എനിക്ക് ലഭിച്ചത്. ഇന്നും എന്നും ഞാൻ ആ ബഹുമാനപ്പെട്ട മൈക്കിൾ ജോൺസനെയും അദ്ദേഹത്തെ പോലെ എന്നോട് സുവിശേഷം പറഞ്ഞു തന്ന അനേകരോട് നന്ദിയുള്ളവനാണ്. ബഹുമാനപ്പെട്ട ജോൺ ഡാനിയൽ പാസ്റ്റർ അന്തരിച്ചു, ഈ ലോകത്തൊന്നും വേർപെട്ട് കർത്തൃസന്നിധിയിലാണ്. എന്നാലും അദ്ദേഹത്തിന് അറിയാം ഞാൻ അദ്ദേഹത്തോട് വളരെ താങ്ക്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ചുരുക്കത്തിൽ പറയട്ടെ, ഈ സുവിശേഷം ഒരു സൈഡിലെ പ്രഷറും മറ്റേ സൈഡിൽ ലോകപ്രകാരമുള്ള ജീവിതത്തിന്റെ, ലോകപ്രകാരമുള്ള ആഘോഷങ്ങളുടെ, ലോകപ്രകാരമുള്ള സെലിബ്രേഷൻസിന്റെ ഒക്കെയും ചുമതലകളിലൊക്കെ നിൽക്കുന്ന ഞാന്, പ്രത്യേകിച്ച് ഫൊക്കാന പോലുള്ള വലിയൊരു സംഘടനയിൽ ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ നടത്തും എന്ന് തീരുമാനിച്ച് നിൽക്കുന്ന അവസരത്തിൽ സെലിബ്രേഷൻ നടത്തുക തന്നെ ഉണ്ടായി. എങ്കിലും അതിന്റെ പിന്നാലെയുള്ള ഓട്ടവും അതോടൊപ്പം മറ്റൊരു സൈഡിൽ നിന്ന് സുവിശേഷം കേൾക്കുമ്പോൾ അതിലേക്കുള്ള ചായ്വും എല്ലാം കൂടി ഞാൻ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷനിൽ എത്തിച്ചേരുകയാണ്. അതോടൊപ്പം സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായി. മുൻപ് പറഞ്ഞതുപോലെ ടെലിവിഷനിലെ പരസ്യക്കാർ ഓരോന്നോരോന്നായിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എനിക്ക് യഥാർത്ഥത്തിൽ പ്രാർത്ഥന വേണം എന്ന് ഞാൻ ഈ പാസ്റ്ററോടും ബഹുമാനപ്പെട്ട മൈക്കിൾ ജോൺസണോടും പറയുകയുണ്ടായി. അദ്ദേഹം സഭയായിട്ട് പല സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. അതേസമയം ബഹുമാനപ്പെട്ട തോമസ് കോശി ആ സമയം പുതിയ പാസ്റ്ററായി രംഗപ്രവേശം ചെയ്തു ആ സഭയിൽ. അദ്ദേഹവും വീണ്ടും എന്നെ കൂടുതലായി ബൈബിളിലെ വാക്യങ്ങളും വാക്യത്തിന്റെ അർത്ഥവും എല്ലാം ഡീപ്പായിട്ട് പറഞ്ഞു തന്ന് എന്നെ മനസ്സിലാക്കി. സ്നാനത്തെക്കുറിച്ച് വിശദമായി അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ അവസാനം
1994 നവംബർ 5 ഞാൻ പൂർണ്ണമായി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനത്തിനായിട്ട് തീരുമാനമെടുക്കുകയും ആ ദിവസം നവംബർ 5 1994 ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവായ യേശുവിനെ ഹൃദയത്തെ പൂർണ്ണമായി എടുത്തുകൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിച്ചു. അത് സമൂഹത്തിൽ ഒരു വലിയൊരു ടോക്കായി, ഒരു സംഭാഷണമായി. ബാബു തോമസ് സ്നാനപ്പെട്ടു, പെന്തക്കോസ്തുകാരനായി എന്നുള്ളൊരു വാർത്ത അങ്ങനെ ലോകം മുഴുവൻ, അല്ല ന്യൂയോർക്ക് മുഴുവൻ പടർന്നു. എന്തിന് ഇയാൾ ഇത് ചെയ്തു എന്ന് പലരും എന്നോട് ചോദിച്ചു. പലരും നേരിട്ടും അല്ലാതെയും ഫോണിലൂടെയും ഒക്കെ ചോദിച്ചു. വലിയ ഒരു തെറ്റ് ചെയ്ത പോലെ ഒരു പ്രതികരണമായിരുന്നു ജനങ്ങളിൽ നിന്നുണ്ടായത്. എന്നാൽ ബഹുമാനപ്പെട്ട പാസ്റ്ററും അദ്ദേഹത്തിന്റെ കുടുംബവും സഭാംഗങ്ങളും ദൈനംദിനം എൻ്റെ വീട്ടിൽ കടന്നു വന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ സാമ്പത്തികമായ പ്രയാസത്തിൽ ഒരു പുനരുദ്ധാരണം ഉണ്ടാകുവാൻ വേണ്ടി വലിയ വലിയ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ സാമ്പത്തികമായ പ്രയാസങ്ങൾ കുറേശ്ശെ മാറി ദൈവം പുതിയ വഴികൾ തുറന്ന് തരാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇത്രയും എതിർപ്പുള്ളത് കൊണ്ട് ഇനി സെക്യുലർ ആയിട്ടുള്ള പ്രോഗ്രാം ഞാൻ ചെയ്യുന്നില്ല. ക്രിസ്തീയ പരിപാടി, സുവിശേഷ പരിപാടി മാത്രമേ ഈ ടെലിവിഷനിലൂടെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുതിയൊരു മനുഷ്യനായി തീർന്ന എനിക്ക് യേശു കർത്താവിന്റെ സുവിശേഷം അല്ലാതെ മറ്റൊരു പ്രോഗ്രാം വേണ്ട എന്ന് ഞാൻ തീരുമാനമെടുക്കുകയും അങ്ങനെ അന്ന് ഞാൻ ഇന്ത്യ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ആ പ്രസ്ഥാനം പിന്നീട് ഒരു ക്രിസ്ത്യൻ TV ഷോ ആയിട്ട് മാറുകയായിരുന്നു. അതിലൂടെ അനേക ദേവദാസന്മാർക്ക് പ്രസംഗിക്കുവാനുള്ള അവസരം ഒരുക്കുകയും അതിന് വേണ്ട സാമ്പത്തികമായ സഹായം പല നല്ല ദൈവദാസന്മാരും ദാസിമാരും ചെയ്യുകയും അങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള ഒരു താല്പര്യവും ഔത്സുക്യവും എന്നിൽ ഉണ്ടാവുകയും അങ്ങനെ എൻ്റെ ജീവിതം സുവിശേഷത്തിന് വേണ്ടിയായിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ആയി ഞാൻ അന്നും ഇന്നും എന്നും കണക്കാക്കുന്നത്. ഇന്ന് 30 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം, ഏറ്റവും നല്ല കാര്യം, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിന് മുഖാന്തരമായത് മൈക്കിൾ ജോൺസൺ പാസ്റ്ററും പാസ്റ്റർ തോമസ് കോശിയും പാസ്റ്റർ ജോൺ ഡാനിയലും ഒക്കെ ആണെങ്കിലും ദൈവം അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ അവരുമായി എന്നെ അടുപ്പിച്ചു എന്ന് പറയുന്നതാണ് കുറെ കൂടി വ്യക്തമായ ഒരു സന്ദേശം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, എനിക്ക് ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് യാചിക്കുവാനുള്ളത്, നിങ്ങളോട് പറയുവാനുള്ളത്, ഈ അന്ത്യകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം നമ്മളിൽ ഉണ്ടാകുന്നത് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിനു മുമ്പൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങളിൽ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിലിരിക്കുന്ന പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമാണ് യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനുള്ള സാഹചര്യം നാം ഒരുക്കുന്നത്. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ കുറ്റങ്ങളെല്ലാം പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, എന്നിട്ട് യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ വരികയും നമ്മളെ ഒരു പുതിയ ജീവിയായി, പുതിയ മനുഷ്യനായി മാറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവനാമത്തില് വന്ദനവും സ്നേഹവും അറിയിക്കുന്നു.